ആശമാർക്ക് 3 മാസത്തെ ഓണറേറിയം മുൻകൂറായി അനുവദിച്ചുകൊണ്ടുകൂടി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 7000 രൂപ വീതം നൽകാൻ ഏകദേശം 54 കോടി രൂപയാണ് നാഷണൽ ഹെൽത്ത് മിഷന് NHMന് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വലിയ തോതിൽ കുടിശ്ശികയായി നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ മുൻകൂറായി ഈ ആനുകൂല്യം അനുവദിക്കുന്നത്, അതും 3 മാസത്തെ എന്നതുകൂടി ഏറെ ശ്രദ്ധേയമാണ്. മാനസ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മാനസ, ആശമാർക്ക് ഓണറേറിയം നൽകാനായി ഇപ്പോൾ ഇതാ 3 മാസത്തെ മുൻകൂർ തുക അനുവദിച്ചിരിക്കുകയാണ്. NHMൽ ഈ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വലിയ തോതിൽ നമുക്ക് കിട്ടാനുള്ള സാഹചര്യത്തിലാണ് അതൊന്നും പരിഗണിക്കാതെ അതിലേക്ക് പോകാതെ 3 മാസത്തെ തുക മുൻകൂറായി സംസ്ഥാനം അനുവദിക്കുന്നത്. മനു, ഈ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള 3 മാസത്തെ തുകയാണ്, ഓണറേറിയമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വിഭാഗത്തിന്റെ നാടക സമരം ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ സമരം നടത്തി വന്നു. പക്ഷേ ആ സമരത്തിൽ കാര്യമായ പിന്തുണയോ അല്ലെങ്കിൽ സമരത്തിന്റെ ആവശ്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. അതൊരു രാഷ്ട്രീയ നീക്കം മാത്രമാണ് എന്നുള്ളതും വ്യക്തമായിട്ടുള്ളതാണ്. അതിൽ ഒരു വിഭാഗം മാത്രമാണ്, അതായത് ചുരുക്കം ചിലർ, അതായത് SUCI വിഭാഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, ആ വിഭാഗം മാത്രമാണ് ഇപ്പോഴും സമരം നടത്തുന്നത്. പക്ഷേ ബാക്കിയുള്ള ആശമാർ, അതായത് 26,125 ആശമാരാണ് ഇവിടെ സംസ്ഥാനത്ത് ഉള്ളത്. ആ ഭൂരിഭാഗം ആശമാരും എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തു വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരാരും തന്നെ ഈ സമരത്തെ പിന്തുണച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആശമാർക്ക് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കും എന്ന ഈ ഉറപ്പ് ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. സഭയിൽ ഉൾപ്പെടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് മാനസ, ആ സമരം ചെയ്യുന്ന കേവലം 250-ൽ താഴെ വരുന്ന SUCIയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളില്ല എന്നതാണ്. കാരണം ഈ ആശാ പദ്ധതി എന്താണ് നമുക്കറിയാം, അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ 60% തുക നൽകേണ്ടത്, സംസ്ഥാനം ബാക്കി 40% വഹിച്ചാൽ മതി. അങ്ങനെയാണല്ലോ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആശമാരിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഓണറേറിയം അവർക്ക് നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് SUCIയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത്. അവർക്ക് കേന്ദ്രത്തോട് ഒരു ചോദ്യങ്ങളുമില്ല, അവർക്ക് തൊഴിലാളികളായി അംഗീകരിക്കുന്നതിൻ്റെ ആവശ്യമില്ല, അവർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളില്ല. പകരം സംസ്ഥാനം നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു വയ്ക്കുന്ന അവരുടെ ഇരട്ടത്താപ്പ്, അതൊക്കെ നിൽക്കുമ്പോഴും ഈ സർക്കാരിന്റെ സമീപനം ആശമാരോട് അങ്ങനെയല്ല. നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു മനുഷ്യർക്ക് ജീവിക്കാൻ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവർക്ക് കിട്ടണം എന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ അവർക്ക് ആനുകൂല്യം നൽകുകയാണ്, ഓണറേറിയം നൽകുകയാണ്. അതിന്റെ ഭാഗമായിട്ട് 3 മാസത്തെ തുക അനുവദിക്കുന്നു. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം എന്തായിരുന്നു? പെൻഷൻ നൽകാൻ വേണ്ടി 20-ാം തീയതി പെൻഷൻ നൽകും എന്ന് ഉത്തരവിറക്കിയപ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് എന്താണ്? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഉത്തരവിറക്കിയതാണ് എന്ന്. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, എന്നിട്ടും 3 മാസത്തെ ഓണറേറിയം ഒരുമിച്ച് നൽകാൻ മുൻകൂറായി തുക നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷനൊന്നും ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒരു കാര്യമേ അല്ല എന്ന് അതിൽ വ്യക്തമാവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഒന്നും തിരിച്ചറിയാതെ പോകുന്ന കുറേ അധികം നന്മകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും 7,000 രൂപയാണ് ഈ ആശമാർക്ക് ലഭിക്കുന്നത്. പ്രതിമാസം 7,000 രൂപ അതിനായുള്ള തുകയാണ്. അതായത് 54,86,25,000 രൂപയാണ്. ഈ കണക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ ഇത്രയും തുകയാണ് ഇപ്പോൾ NHMന് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ആശമാർക്കായുള്ള സേവനം അത് ഓണറേറിയം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. അത് കൃത്യമായി അനുവദിക്കുന്നു അല്ലെങ്കിൽ നൽകുന്നു എന്നുള്ള കാര്യമാണ്. മാത്രമല്ല, കൃത്യത എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മുൻകൂറായി നൽകുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അടുത്ത ഓഗസ്റ്റ് വരെ 2 മാസത്തേക്ക് കൂടിയുള്ള ഓണറേറിയമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതും സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം ഇത്രയും സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു വിഭാഗം SUCI വിഭാഗം ഇപ്പോഴും സമരം ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് എന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് കൂടി മനസ്സിലാക്കാൻ